വെൽക്കം ബാക്ക് ടു ഓൾ ടൈം ഫാബ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. എങ്ങനെയാ തുടങ്ങണ്ടേ, എന്താ തുടങ്ങണ്ടോന്നും എനിക്കറിയത്തില്ല. ശരി, എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് കേട്ടോ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഇഷ്യൂ നമ്മളെ ബാധിച്ചു എന്ന് അറിഞ്ഞത് നിങ്ങൾ എല്ലാവരും തന്നെ എന്നെ വിളിച്ചു. ആക്ച്വലി ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾ തന്നെയാണ്. എന്നോട് കുറേ പേര് ചോദിച്ചു, എത്ര ദിവസം മാം മാറി നിൽക്കുന്നു, ഓൺലൈനിൽ വരൂ, ഞങ്ങളോട് സംസാരിക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ. താങ്ക് യു സോ മച്ച്. എന്തായാലും വലിയൊരു സങ്കടത്തിലൂടെയാണ് നാട് മൊത്തം കടന്നു പോകുന്നത്. അത് ഒരാളുടെ മാത്രമൊന്നുമല്ല, ഉറ്റവരെ നഷ്ടപ്പെട്ടവര്, അവരുടെ ഇത്രയും കാലത്തെ സ്വപ്നങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. എന്നാലും ഈ സമയവും കടന്നു പോകും, അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. ടൈം ഹീൽസ് എവറിത്തിങ്, അതല്ലേ നമുക്ക് പറയാൻ പറ്റൂ. മരിച്ചു പോയവരെക്കാളും സങ്കടമാണ് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം. ഈ ഓർമ്മകൾ എത്ര കാലം നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല, ഒരുപക്ഷെ നമ്മുടെയൊക്കെ അവസാനം വരെ. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക, അതേ പ്രാർത്ഥനയിലുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു, കോൺട്രിബ്യൂഷൻ നമുക്ക് തരട്ടെ, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ട്. മെഡിസിനായിട്ടും ഫുഡായിട്ടും ഡ്രസ്സായിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ഇനി ഇവരുടെ പുനരധിവസിപ്പിക്കുക എന്ന വലിയൊരു കടമ നമുക്ക് എല്ലാവർക്കും ബാക്കിയുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പർട്ടിക്കുലർ ഡിസ്ട്രിക്ട്സിലൊക്കെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അതിനുള്ള ഗ്രൂപ്പുകളോ അക്കൗണ്ട്സോ ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അതിൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുക. എന്തായാലും താങ്ക്സ് എ ലോട്ട് കേട്ടോ. നിങ്ങളത് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ എന്നോടത് ചോദിച്ചത്. അപ്പം നമുക്ക് പേഴ്സണലായിട്ട് നമ്മൾ എടുക്കില്ല, നമ്മൾക്ക് അയക്കരുത്. അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ആ ഒരു ആവശ്യ സമയത്ത് പ്രോപ്പർ ചാനലിലൂടെ മാത്രം നിങ്ങളുടെ ഒരു ഓഹരി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ. ചോദിച്ചതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മളിലൂടെ നിങ്ങളത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർക്കുക. നിങ്ങളുടെ ആവശ്യപ്രകാരമുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ വീഡിയോ. നിങ്ങൾ 99 പ്രൊഡക്ട്സ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പം കുറേ എണ്ണം അത് തീർന്നു പോയി. അപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉള്ളത് ഞാൻ എടുത്തു. ലിമിറ്റഡ് ആണേ, എന്നാലും എടുത്തു. ഇത് ആ ബേസ് കളർ വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് പിങ്ക് ആൻഡ് ഗ്രേ ഫ്ലോറിൽ വന്ന ഒരു ഇതായിരുന്നു. നമുക്ക് കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ്, ട്രാൻസ്പെറൻ്റ് അല്ല. ലൈനിങ് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഏതൊക്കെയാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും ഇതിലേക്ക് ഇടാമെന്ന്. ജസ്റ്റ് 99 റുപ്പീസാണ് വരുന്നത്. 45 റുപ്പീസ് മിനിമം ഷിപ്പിങ്ങിൽ വരുന്നു. 95 ആണ് മാക്സിമം ഷിപ്പിംഗ് റേറ്റ് വരുന്നത് ബൈ പോസ്റ്റ് കേട്ടോ. അപ്പം നിങ്ങൾ പറയുമ്പോൾ DTDC ആണോ പോസ്റ്റ് ആണോ എന്നൊന്ന് പറഞ്ഞേക്കുക. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. നല്ലൊരു പ്രോഡക്റ്റ്. പിന്നെ അതിനോട് ഏകദേശം മാച്ചിങ് ആയിട്ട് നിൽക്കുന്നതാണ് ചെറിയ സ്ട്രൈപ്സ് പോലെ. വേണമെങ്കിൽ അതായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് സിംഗിൾ പീസ് മതിയെങ്കിൽ അങ്ങനെ മാത്രം എടുക്കുക കേട്ടോ. ആവശ്യമുള്ളത് മാത്രം എടുക്കുക. പിന്നെ ഇതുപോലെ സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ബ്രൗണും വൈറ്റ് തന്നെ ബേസ് കളറും ആൻഡ് ഒരു നമ്മുടെ ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡും കൂടെ പോയിട്ടുള്ള സ്ട്രൈപ്സ്. കുർത്തി ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. ലൈനിങ് ആവശ്യമുള്ളവർ മാത്രം വെച്ചാൽ മതി. ലൈക്ക് ലൈനിങ് വെച്ച് തന്നെ തയ്ക്കുന്നവരുണ്ട് അങ്ങനെ. ഓക്കെ, ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണണോ? ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, ഡാർക്ക് ഷെയ്ഡും കൂടെയാണ്. അപ്പോൾ ഇതുപോലെ. പക്ഷെ ഇത് ലിമിറ്റഡ് ആണ് സ്റ്റോക്ക്. നിങ്ങൾ തീർന്നു പോയി എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യാതിരിക്കേണ്ട, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മെസ്സേജ് ഇടുക കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു യെല്ലോ ആൻഡ് ഒരു വൈറ്റ് ആൻഡ് മജന്തയുടെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ, ഗ്രേ ഒക്കെ ഉണ്ട് അതിൽ വരുന്നൊരു കോമ്പിനേഷൻ. ഇതും ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയലാണ്. 99 തന്നെയാണ് വന്നത്. ഇത് 2 പീസിൻ്റെ സെറ്റായിരുന്നു. ടോപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇത് ബോട്ടം വന്നിരിക്കുന്നതാണ്. പക്ഷെ ചിലർ എന്നോട് ചോദിച്ചു, കുറേ പേര് 6 ആഗ് കാണിക്കാവോ എന്ന്. ബ്ലാക്ക് ആൻഡ് വൈറ്റും ചോദിച്ചവരുണ്ട്. ഈ റേറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല നമ്മുടെ അടുത്ത്. അപ്പോൾ ഇത് യെല്ലോ ആൻഡ് പിങ്ക്. ഞാൻ ഓഡിയബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇത് കുറേ പേര് ചോദിച്ചു. ഇതിൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5 മീറ്ററോ മറ്റേ ഉള്ളൂ. അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കാം. എന്നാലും നിങ്ങൾ തീർന്നു പോയെന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കേണ്ട, ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. 99 വരുന്നു. ബേസ് കളർ ഒരു ഓഫ് വൈറ്റ്, ഒരു യെല്ലോയിഷ് ആ ഒരു ക്രീമിലോട്ടൊക്കെ നിൽക്കുന്നത്. അതിൽ ഒലിവ് ഗ്രീൻ ആൻഡ് ബ്രൗൺ ആൻഡ് ഗ്രേ ബ്ലൂ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. 99 ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയലാണ്. 99 റുപ്പീസിൽ വന്നേക്കുന്നത്. പിന്നെ ഇതൊരു ലാവൻഡർ ഷെയ്ഡിലോട്ടാണ് പോയേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ലാവൻഡറിൻ്റെ. അതിലോട്ട് ആഷിൻ്റെ കൂടെ മിക്സ് വന്നേക്കുന്നു. ഇതും ലിമിറ്റഡ് ആണ്. കാരണം 99 പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുവിധം എല്ലാവരും തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യും. കാരണം നമുക്ക് ഡെയിലി വെയർ ചെയ്യുന്ന ഒരു
ഒരു 100 മുതൽ ഒരു 150 വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുമല്ലോ. നമുക്ക് ഇത് മാത്രം പോരല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് ഇത്. അതിൻ്റെ ഉൾവശം ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, നല്ല ഭംഗിയുള്ളൊരു കളർ, ഒരു ഡീസൻറ്റ് കളറാണ്. അപ്പോൾ കുർത്തിയും ടോപ്പും എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുന്നിരിക്കും 99 പോകുന്നത് കേട്ടോ. അപ്പോൾ നാളെ സൺഡേ ആണ്, മൺഡേ ആയിരിക്കും അല്ലെങ്കിൽ ട്യൂസ്ഡേ നമുക്ക് ഡെസ്പാച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ പ്രശ്നമില്ല, അത് 3 to 5 വർക്കിംഗ് ഡേയ്സ് തന്നെ കിട്ടുന്നുണ്ട്. എന്നാലും ഒന്ന് പേഷ്യൻസ് വേണം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കിതിന് വന്നിരുന്ന യെല്ലോ ആണ്. യെല്ലോ ഇതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം ഉണ്ടായിരുന്നത്, ഇപ്പം ബോട്ടം കാണുന്നില്ല ഞാൻ എവിടെയാന്ന്. അപ്പോൾ ഇത് കുർത്തി ചെയ്യാനും നൈറ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ്. എഗെയിൻ ആ പിങ്ക് ആൻഡ് യെല്ലോ ആൻഡ് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ കേട്ടോ. എനിക്ക് ഇത് എടുത്തൊരു കസ്റ്റമർ ഇട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ലതായിരുന്നു നേരിട്ട് കിട്ടിയപ്പോൾ. പക്ഷേ ഇത് നല്ല പ്രൊഡക്റ്റാണ് അത്. സോ നല്ല പ്രൊഡക്റ്റ്, നമുക്കറിയാമല്ലോ ഷോപ്പിലൊക്കെ ചെന്നാലുള്ള ഒരു റേറ്റ് വരുന്നത്. സോ 99 റുപ്പീസിലാണ് ഇത് പോകുന്നത്. ഷിപ്പിംഗ് ചാർജസ് 45 to 95 കേട്ടോ. പിന്നെ വന്നേക്കുന്നത് 99 ഒരു 2 പീസാണ്. ഇത് നമുക്ക് ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത്, ഈ ചെറിയ ഫ്ലോറൽ പ്രിന്റ് എപ്പോഴും ചോദിക്കും, എപ്പോഴും അധികം കിട്ടാറില്ല. പിന്നെ നമുക്കിത് ഒരേപോലെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സെയിം ഇവിടെയുള്ളത് ചിലപ്പോൾ ഞാൻ എടുക്കുകയില്ല. എന്തായാലും ഇത് ഒരു രാമ ഗ്രീൻ അല്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ട്, ഗ്രീനോ ബ്ലൂ, അങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡിൽ. ആൻഡ് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ടാണ് വന്നേക്കുന്നത്. ക്യാമ്പ്രിക് കോട്ടണിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നല്ല വശം, ഇതിൻ്റെ ഉൾവശം. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് കോട്ടൺ ആണ്. അപ്പോൾ ലൈനിങ് ബോഡി പാർട്ട് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടല്ല, സോഫ്റ്റ്നെസ് കൊണ്ട് ബോഡി പാർട്ട് ലൈനിങ് കൊടുക്കുന്നതായിരിക്കും എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ടോപ്പായിട്ട് വന്നേക്കുന്നു. അതിന് ബോട്ടം പീസായിട്ട് വന്നേക്കുന്നത് ഇതേപോലെയാണേ. ഇത് ബോട്ടം പീസ് എനിക്ക് തോന്നുന്നു മറ്റതിൻ്റെ അത്ര സോഫ്റ്റ് ആയിട്ട് തോന്നുന്നില്ല, കുറച്ചും കൂടെ ഒരു അത്ര സോഫ്റ്റ് അല്ല ഇത്. പക്ഷെ ട്രാൻസ്പെറൻ്റ് അല്ല ഒന്നും, ടോപ്പും അല്ല ബോട്ടവും അല്ല. ഇത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ നല്ലതാണ്, ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഓൾസോ 99 വന്നിരിക്കുന്നത്. ഇത് ഇതൊരാൾ ചോദിച്ചതാണ്, ഈ കളർ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ 3 പീസായിട്ടായിരുന്നു വന്ന ഒരെണ്ണമില്ല, തീർന്നു. അത് ഫ്ലോറിൽ കഴിഞ്ഞ് ഇതാണ് കാണുന്നത്. ഇതും 99 പോകുന്നത്. 120 ഈ സെറ്റ് പോയിക്കൊണ്ടിരുന്നത്. വളരെ ലിമിറ്റഡ് ആണ്, മേ ബി ഒരു 5 മീറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ പർട്ടിക്കുലർ പ്രിൻറ്റ്, ഇതിൽ ഓഫ് വൈറ്റ് നിയർലി ഒരു 7-8 മീറ്റേഴ്സോളം നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്, അറിയാമല്ലോ നിങ്ങൾക്ക്. എന്താ ബെർലി പ്രിൻറ്റോ അങ്ങനെ എന്തോ അല്ലായിരുന്നു പറഞ്ഞത്, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും, വീഡിയോയിൽ കിടപ്പുണ്ട്. ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. ഇത് 110 റുപ്പീസിലാണ്, 110 റുപ്പീസിലാണ് വന്നേക്കുന്നത്. സ്റ്റോക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 10 മീറ്റേഴ്സോളം അതിനകത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ട് കേട്ടോ, ഗ്രീൻ ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനും ഉണ്ട്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് പേര് പർച്ചേസ്, ഒത്തിരി പേര്. ഇത് ഏകദേശം ഒരു 10 to 12 മീറ്റേഴ്സ് വരും, അത്രയും ഉണ്ടായിരിക്കും ഇത് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചോദിച്ചാൽ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ പേര് നിങ്ങൾ ഫോണ് സ്റ്റാറ്റസിൽ ഇടാറുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചെറിയ റീലും സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് താങ്ക്സ് കേട്ടോ. ഓക്കെ, ഇത് ആക്ച്വലി 2 പീസായിട്ടല്ല വന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഭംഗി തോന്നി, അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് 110 റുപ്പീസിൽ വന്നേക്കുന്നു. 110 രൂപ മീറ്റർ റേറ്റിൽ വന്നേക്കുന്നു കേട്ടോ. ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ബോഡി പാർട്ട് ലൈനിങ് വെക്കണം. ഇത് അതിന് സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടല്ലോ. ഇതൊരു ഫ്ലോറൽ പ്രിന്റ്, കുട്ടി ഫ്ലോറൽ പ്രിന്റ് കേട്ടോ. 110 രൂപ. ഇത് വൈറ്റ് ആകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലാക്കിനേക്കാളും കുറച്ചൊരു കനക്കുറവ് നമുക്ക് തോന്നും, അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു സ്റ്റിഫ് ആൻഡ് ഷൈനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ലൈനിങ് വെക്കുക, ബോഡി പാർട്ടിന് ലൈനിങ് വെച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇത് ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ്, ഇങ്ങനെയായിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം നമുക്ക്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റ്, ഇതെപ്പോഴും ഒരു ട്രെൻഡിങ് ആണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ആണ് ഈ വന്നേക്കുന്നത്. ഇത് കട്ടിയുണ്ട്. ഇത് ബേസ് കളറ് ബ്ലാക്ക് ആണ്, ഇതിലൂടെ വൈറ്റ് പോയിരിക്കുന്നു. സൂപ്പർ കോമ്പിനേഷൻ. ഇപ്പം റൈറ്റ് നൗ ഞാൻ ഒരു കൊച്ചിനോട് ചോദിച്ചു, അപ്പം ഞാൻ ഈ പർട്ടിക്കുലർ പീസ് അവരോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ. സോ 110 റുപ്പീസിലാണ് പോകുന്നത് കേട്ടോ, 110 രൂപ.
ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത് 110 വന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കോമ്പിനേഷൻ പോലെയാണെങ്കിൽ, പക്ഷെ അതിനകത്തൂടെ ആ ഒരു ഗ്രേ ഷെയ്ഡ് കൊണ്ട് പോകുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ. ഫ്ലോറലാണ് പോയിരിക്കുന്നത് കേട്ടോ, നിറയെ പ്രിന്റ് ഉള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാനും നല്ലതാണ്, കുർത്തി ചെയ്യാനും അതുപോലെ ഈവൻ ഷോർട്ട് ടോപ്സിനും ഒക്കെ രസമാണ്. ഫ്രോക്ക് ചെയ്യാൻ നല്ലതാണ്. ഒരു പർട്ടിക്കുലർ ഡിസൈൻ, നിറയെ ഫ്ലോറൽ ഓൾ ഓവർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ ഭയങ്കര രസം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ഗ്രേ മൂന്നും വളരെ ക്ലോസ് ടു ഈച്ച് അതർ നിൽക്കുന്ന, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന 3 കളേഴ്സ്. ഓക്കെ, 110 രൂപയിലാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അജ്രക് കളക്ഷൻസ് കാണാം. ഒരുപാട് പേര് ചോദിച്ച കളക്ഷനാണ് അജ്രക്ക്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുറച്ചൊരു ഇങ്ങനെ ഓണം അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട്. എന്തായാലും ആ ഒരു ഓണം നമുക്ക് വരുമല്ലോ, നമ്മൾ ആഘോഷിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ. ഓക്കെ, അപ്പം നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അജ്രക്കിൻ്റെ ചോദിച്ചിരുന്നു കുറേ പേര്. ഞാൻ കുറച്ച് കളക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു എപ്പോഴും ട്രെൻഡിങ് ആയി നിന്ന ഒരു റെഡ് ആയിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റെഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുപാട് പേർക്ക് കിട്ടാതെ, പക്ഷെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. ബേസ് കളർ നല്ലൊരു റെഡിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് ആഷ് കോമ്പിനേഷൻ വരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലെ വശം കേട്ടോ, അകത്തെ വശമാണ്. ഇതാണ് ഇതിൻ്റെ നല്ല വശം വരുന്നത്. അപ്പോൾ ഇത് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ നല്ലതാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർന്നു എന്നുള്ളത് പേടിക്കണ്ട. അതനുസരിച്ചിട്ട് മെസ്സേജ് ചെയ്യാതിരിക്കുകയും അരുത്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്, പെട്ടെന്ന് തീർന്നു പോയി എന്ന് വിചാരിച്ചു എന്ന് അങ്ങനെ പറയരുത്. നിങ്ങൾ ഒന്ന് മെസ്സേജ് ഇടുക, ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാന്ന് തന്നെ പറയും. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. 130 റുപ്പീസിലാണ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിൽ വന്നേക്കുന്ന വൈൻ, നിങ്ങൾ ചോദിച്ച കളേഴ്സ് മിക്കതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു വൈൻ ഷെയ്ഡ് ചെക്സ് വന്നേക്കുന്നത്. ഇതിൻ്റെ ബ്ലാക്കും കോഫിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ റീസ്റ്റോക്കിന് എനിക്ക് കിട്ടിയിട്ടില്ല. വൈൻ ഷെയ്ഡ് മാത്രമേ കിട്ടിയുള്ളൂ. ഇതാട്ടോ ഉൾവശം. ഇപ്പോൾ ഏകദേശം കളർ മനസ്സിലാവുന്നുണ്ടല്ലോ, വൈൻ ഷെയ്ഡിൽ. ഇതുപോലെ ചെക്സ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതേപോലെ അതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അജ്രക് പ്രിന്റ് ആണിത് അല്ലേ. അപ്പോൾ ഇതൊന്നും ഇവിടെ നിൽക്കട്ടെ കാര്യം. പിന്നെ ചോദിച്ച പ്രൊഡക്റ്റ് ഇതാണ്. ചില സമയം എനിക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല ഏതൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് കേട്ടോ. ഇതിൽ ചെറിയൊരു പീസ് ഇങ്ങോട്ട് വെച്ചതാണേ. അപ്പോൾ ഇതാ ഒരു നിറയെ ഫ്ലോറൽ പ്രിന്റ് ആയിട്ട്, ഞാനെപ്പോഴും പറയും ഒരു അറബിക് ഡിസൈൻ പോലെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ ക്ലാസി ആയിട്ടുള്ള ഒരു കളർ. ഇതും വൈൻ ഷെയ്ഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. മെറൂൺ വൈൻ ആ ഒരു ഷെയ്ഡിൽ. മെറൂൺ അല്ല, ശരിക്കും ഒരു വൈൻ കളർ തന്നെയാണ് വന്നേക്കുന്നത്. മെറൂൺ എന്ന് പറയുമ്പോൾ ഡാർക്ക് ഷെയ്ഡല്ലേ. അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ വെക്കാൻ കാരണം നമുക്ക് വന്നേക്കുന്ന വേറൊരു പുതിയ പ്രിൻ്റാണിത്. ഇത് ഒറ്റയ്ക്കായിട്ടും ടോപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. വെർട്ടിക്കൽ ആയിട്ട് ഇതേപോലെ ചെയ്യുക. ഇത് സെയിം വൈൻ കളറിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതേപോലെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബീഡ്സോ ഗ്ലാസ് വർക്കൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയാൽ മതി. ചെറിയ റേറ്റേ ഉള്ളൂ ഈ ബീഡ്സ് ആൻഡ് ഗ്ലാസ്സിനൊക്കെ. അതൊന്ന് പേഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത് ഇരുന്ന് ചെയ്യാന്നുള്ളത്. ഇത് ലൈനിങ് ആവശ്യമേ ഇല്ല, അങ്ങനത്തെ പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഹെവി പ്രൊഡക്റ്റാണ്. ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും കുർത്തി ആണെങ്കിലും ലൈനിങ് ആവശ്യമില്ല. പിന്നെ ലൈനിങ് അത്ര നിർബന്ധമുള്ളവർ വേണമെങ്കിൽ വെച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ലൈനിങ് ആവശ്യമേ ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ, അത് പറയാൻ നിവർത്തിയില്ല. ഇത് ഞാൻ എടുത്തു വെച്ചത് നിങ്ങൾക്കത് മിക്സ് ആൻഡ് മാച്ചിന് അതോ സെറ്റായിട്ടോ അങ്ങനെ വേണമെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ട് വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ട ആ ഒരു അറബിക് ഡിസൈൻ പറഞ്ഞില്ലേ ഞാൻ, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ബഹളമായി പോകുന്നുണ്ടോ എന്ന് നോക്കണം. ചെറിയ പീസായിട്ടോ ഒക്കെ അങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്തെടുക്കുക. എന്തായാലും ഇത് മൂന്നും ബേസ് കളർ വന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു വൈൻ ഷെയ്ഡിലോട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ചെക്സ് നമ്മൾ കണ്ടു. ദിസ് ഓൾസോ ബ്യൂട്ടിഫുൾ വൺ. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ, സ്റ്റാൻഡേർഡാണ് പ്രിൻ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ നിങ്ങൾ എന്നോട് ചോദിച്ചത് ഇത് മസ്റ്റാർഡിൻ്റെ ആയിരുന്നു. മസ്റ്റാർഡ് ആൻഡ് ഗ്രീൻ ചോദിച്ചിട്ടുണ്ട്. അത് സെയിം ഗ്രീന് കുറച്ച് എനിക്കൊരു 15 മീറ്റർ എന്തോ ഉണ്ട്, 15 മീറ്റേഴ്സ് എന്തോ ഉള്ളൂ. മസ്റ്റാർഡാണ് ചോദിച്ചത്. അതിന് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഗ്രീൻ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വെച്ചിട്ടില്ലെങ്കിലും ഇവിടെ ഉണ്ട്. സോ ഇതാണ് ആ കളർ വരുന്നത്. അപ്പം മസ്റ്റാർഡ് യെല്ലോയിൽ കേട്ടോ. അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് കോമ്പിനേഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് ചെയ്യാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അതിനുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പ്രൊഡക്റ്റിൻ്റെ കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്നത് കേട്ടോ. താഴേക്ക് സ്ട്രൈപ്സ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. കോമൺ ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു പാറ്റേൺ വരുന്നു. അതിൻ്റെ നല്ല വശം വരുന്നത് ഇതാണ്. കോഫി ഷെയ്ഡാണ്. ഇതേപോലെ
ഇത് മാത്രമായിട്ട് ചെയ്താലും നല്ല രസമായിരിക്കും. ചെറിയ ബീഡ്സ് ഒക്കെ വെച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഒറിജിനൽ കളറാണല്ലോ കാണുന്നത്, കോഫി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം ലൈനിങ് ആവശ്യമേ ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. അപ്പം ഈ പ്രൊഡക്റ്റിന് മാച്ചിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മസ്റ്റാർഡ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ളത് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആസ് ഇറ്റ് ഈസ് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പം അതങ്ങനെ. അപ്പോൾ ഈ മസ്റ്റാർഡ് വേണമെങ്കിൽ അതിന് ചേർത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വന്ന് നമുക്ക് ബ്ലൂ ഫ്ലോറിലാണ് വന്നേക്കുന്നത്. ഇത് ലിമിറ്റഡ് ആണ് സ്റ്റോക്ക്. ഇതൊരാൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. വെരി ലിമിറ്റഡ് ആണ്. ഒരു 6 മീറ്റേഴ്സോ മറ്റേ എൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. നമ്മൾ ആദ്യം കണ്ട റെഡിൻ്റെ തന്നെ സെയിം ബ്ലൂ, നല്ല ഡാർക്ക് ബ്ലൂ, അജ്രക്കിൽ വരുന്ന ബ്ലൂ നിങ്ങൾക്ക് അറിയാം. ലൈനിങ് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്, ഇതിൻ്റെ നല്ല വശം. ഓക്കെ, അങ്ങനെ അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ആണിത്. അപ്പം നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും. ഇത് ടോപ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മിക്സ് ആൻഡ് മാച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ തന്നെ 4 ഷെയ്ഡ്സ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇതേപോലെയാണ് ബ്ലൂ വരിക. ഓക്കെ, ബേസ് കളർ വരുന്ന ഇത്. ഇപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല, ആവശ്യത്തിന് നല്ലോണം കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. 130 റുപ്പീസാണ് പ്രൊഡക്റ്റിന് വന്നിരിക്കുന്ന റേറ്റ്. നെക്സ്റ്റ് വൺ നമുക്ക് ആ ബ്ലൂ ആൻഡ് റെഡിൻ്റെ തന്നെ ബ്ലാക്ക്. ഇത് ഒരുപാട് ഡിമാൻഡ് ഉള്ളതാണ്, നല്ല ട്രെൻഡിങ് ആയിട്ട് ഏത് ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ് ചെയ്യാനും സൂപ്പർബായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൽ ആ ആഷ് ആൻഡ് മെറൂൺ വരുമ്പം അതിൻ്റെ ബ്യൂട്ടി വളരെ ഭംഗിയാട്ടോ. അത് വളരെ പ്രിറ്റി ആയിട്ടുള്ളൊരു പീസ്. നമുക്ക് ബ്ലൗസ് ചെയ്യാനും ഒക്കെ ഉണ്ട്. 1 മീറ്റർ മുതൽ നിങ്ങൾക്ക് കട്ട് പോസിബിൾ ആണ് കേട്ടോ. മിക്സ് ആൻഡ് മാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവശ്യമുള്ളവർ അതുപോലെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണം എന്നുകൂടെ എടുക്കുക. ഓക്കെ, ദെൻ അതിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കോഫി, ആ ഒരു ഷെയ്ഡ് കോഫീനേക്കാൾ കൂടുതൽ ബ്ലാക്ക്, കോഫി അല്ല, ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത്. ഇത് ബ്ലാക്ക് ആണ് വന്നേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് മെറൂണിൻ്റെ കോമ്പിനേഷൻ. കോഫി ഷെയ്ഡ് നമ്മൾ ആദ്യം കണ്ടു. അപ്പം നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മെൻഷൻ ചെയ്തേക്കണം കോഫി ആണോ ബ്ലാക്ക് ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് ബ്ലാക്ക് ആൻഡ് മെറൂണിൻ്റെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ കുർത്തി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓവർ കോട്ട് ചെയ്യാനും പ്ലെയിൻ വെച്ചിട്ട് പാനൽ കട്ട് ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണിത്. അപ്പോൾ അതിന് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വേറൊരു അജ്രക്കാണ്. ഇത് ഫസ്റ്റ് വൺ കണ്ടല്ലോ, ഇത് മാറ്റാം. ഇത് ബ്ലാക്കിൽ വന്നിട്ടുള്ള വേറൊരു പ്രിൻ്റാണ്, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പ്രിൻ്റ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് വേണമെങ്കിൽ മരിയ കംപ്ലൂസ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം. കോട്ട് വെച്ചിട്ട് ചെയ്യുന്ന കൂട്ട്, ഓവർ കോട്ട് വെച്ചിട്ടുള്ള, അത് ശരിക്കുള്ള കോട്ടല്ല, അറ്റാച്ച്ഡ് കോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ലീവ്ലെസ് കോട്ടോ അല്ലെങ്കിൽ ഇന്നർ പോർഷൻ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇത് കോട്ടായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് ചെയ്യാം, അതുപോലെ ഫ്രോക്കായിട്ട് ചെയ്യാം. എന്തായാലും ഇത് കറക്റ്റ് മാച്ചിൽ നിൽക്കുന്നതാണ്, 0 മാച്ചിങ്ങിൽ നിൽക്കുന്നതാണ്. ബ്ലാക്ക് ആണ് ബേസ് കളർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച കോഫി ഇല്ലേ, ആ കോഫി ഷെയ്ഡിന് മാച്ചിങ് ആയിട്ട് വന്നേക്കുന്ന ഒരു പീസാണ് ഇത്. ഇത് പക്ഷേ ലിമിറ്റഡ് ആണ്. ഇത് ഇന്നലെ ആരും എൻ്റെ അടുത്ത് ചോദിച്ചു, പക്ഷേ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു പോയി. 2-3 ദിവസം ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ്. ഇത് കോഫി കളറിലാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പറയണം കേട്ടോ. സോ ഇതിനെല്ലാം വന്നിരിക്കുന്നത് 130 റുപ്പീസ് പെർ മീറ്റർ ആണ്. അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. എൻ്റെ കൂട്ടത്തിൽ എത്ര മീറ്റർ വേണം എന്നുള്ളതും കൂടെ പറയണം കേട്ടോ. ഇതാണ് നമ്മുടെ അജ്ര കളക്ഷൻ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ സൂപ്പർ കാംബ്രിക് കോട്ടണിൽ വന്നേക്കുന്ന റീസ്റ്റോക്ക് മെറ്റീരിയലിൽ വന്ന് എല്ലാം എത്തിയിട്ടില്ല, കുറച്ച് എത്തിയിട്ടുണ്ട്. കുറച്ച് എത്തിയത് ഞാൻ പിന്നെ റീലിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. റീൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിഹൗ അതിൽ റീസ്റ്റോക്ക് ചെയ്തതിൽ ഒരു പ്രൊഡക്റ്റാണ് ഇത്. ബ്ലൂ ആൻഡ് ഒരു ബീജ് കളറിൻ്റെ ഒരു നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ മഡിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് പറയാം നമുക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കളർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. ഇത് ഒരുപാട് പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ അത് ആവശ്യമുള്ളവർ ടോപ്പ് മാത്രം വേണ്ടവർ അങ്ങനെ എടുക്കാം. ഇപ്രാവശ്യം മെറ്റീരിയൽ ഉണ്ട്, അതുകൊണ്ട് ടോപ്പ് മാത്രം വേണ്ടവർ അങ്ങനെ എടുക്കുക, ബോട്ടം വേണ്ടവർ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെറ്റ് വന്നേക്കുന്നത്. ചെറിയ പ്രിൻ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്ത് അത്ര അധികം ഇല്ലായിരുന്നു, ഒരു 50 മീറ്റേഴ്സ് കണ്ടോ, 50 അല്ല സോറി 40 മീറ്റേഴ്സ് റോളായിരുന്നു, 2 റോളായിട്ട്. ഇപ്രാവശ്യം നമുക്ക് അത്ര തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ളത് എടുക്കുക. കളർ ഒറിജിനൽ തന്നെയാണ് കാണുന്നത്, നേവി ബ്ലൂ ആണ്, അതിൽ ഒരു റെഡും ഗ്രീനിൻ്റെ കോമ്പിനേഷൻ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ പ്രിൻ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണത്. ദെൻ ദ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഒരു പെർട്ടിക്കുലർ ബ്ലൂ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ. ഇതും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് റീസ്റ്റോക്ക് നമുക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇത് പാൻസിനും ഇത് ടോപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. 6 ആഗ് ബേസ് കളർ വൈറ്റ്, ഇതിൽ ബ്ലൂ ആണ് വന്നേക്കുന്നത്. ഇത് ബേസ് കളർ ബ്ലൂവിൽ വൈറ്റ്, പക്ഷെ ബ്ലൂ ഇൻ ദ സെൻസ് ആ ഒരു അക്വ കളറാണ്, ആ കളറാണ് വന്നേക്കുന്നത് കേട്ടോ. സോ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. 44 ഇഞ്ചസ് ആണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം വിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കുട്ടികൾക്ക് പോലും ചെയ്യാം, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ലൈനിങ് അത്ര ആവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈനിങ് എടുത്താൽ മതി. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവും. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഇങ്ങനത്തെ കളക്ഷൻ ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് പേര് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിനോട് കണക്റ്റ് ആയിട്ട് ഒരുപാട് പേരൊക്കെ വന്നു. അതിനിടയ്ക്ക് ഒന്ന് വീഡിയോ നിർത്തി വെക്കേണ്ടി വന്നു. എനിഹൗ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ നന്നായിരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം കേട്ടോ. ടിൽ ദെൻ, ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.